ഇറാനെതിരെയുള്ള സൈനിക നടപടികൾ 3 ആഴ്ച കൂടി തുടരുമെന്ന് US പ്രസിഡന്റ്. യുദ്ധം US വിജയിച്ചു കഴിഞ്ഞു. ഇറാനെ സൈനികമായി തകർത്തുവെന്നും ട്രംപ് അവകാശപ്പെട്ടു. അമേരിക്കയുമായി ധാരണയിലെത്താൻ തയ്യാറായില്ലെങ്കിൽ ഇറാനെ ശിലായുഗത്തിന് സമാനമായ അവസ്ഥയിൽ എത്തിക്കുമെന്നും പ്രസിഡന്റ് ഭീഷണി മുഴക്കി. We are in this military operation so powerful, so brilliant against one of the most powerful countries for 32 days. And the country has been eviscerated and essentially is really no longer a threat. They were the bully of the Middle East, but they're the bully no longer. This is a true investment in your children and your grandchildren's future. The whole world is watching and they can't leave the power, strength, and brilliance. They just can't believe what they're seeing. They leave it to your imagination, but they can't believe what they're seeing. The brilliance of the United States military. Tonight, every American can look forward to a day when we are finally free from the wickedness of Iranian aggression and the specter of nuclear blackmail. Because of the actions we have taken, we are on the cusp of ending Iran's sinister threat to America and the world. And I'll tell you, the world is watching. And when we do, when it's all over, the United States will be safer, stronger, more prosperous, and greater than it has ever been before. May God bless the men and women of the United States Armed Forces, and may God bless. അതേസമയം തങ്ങൾക്ക് നേരെയുള്ള ഒരു ആക്രമണവും വെച്ചു പൊറുപ്പിക്കില്ല എന്നാണ് ഇറാൻ വ്യക്തമാക്കിയത്. ട്രംപിന്റെ വാർത്താ സമ്മേളനത്തിന് പിന്നാലെ വിപണിയിൽ വൻ ഇടിവ് രേഖപ്പെടുത്തി. സെൻസെക്സ് 1400 പോയിന്റ് ഇടിഞ്ഞു. ക്രൂഡ് ഓയിൽ വില $106 ഉയർന്നു. ഇറാൻ ഇസ്രായേലിലേക്ക് മിസൈൽ വർഷവും നടത്തി. അജയ് സുധാ ബിജു ഉണ്ട്. അജയ്, ഇതിപ്പോൾ യുദ്ധം അവസാനിക്കുന്നു എന്നുള്ള തീരുമാനങ്ങൾ ലക്ഷണങ്ങളൊക്കെ ഉണ്ടായിരുന്നിടത്താണ് ജയിച്ചു പക്ഷേ ആക്രമണം തുടരും എന്നുള്ള ട്രംപിന്റെ പ്രഖ്യാപനം. തൊട്ടു പിന്നാലെ ഇറാനും ഒട്ടും വിട്ടുകൊടുക്കുന്നില്ല. യഥാർത്ഥത്തിൽ യുദ്ധം അവസാനിക്കാനുള്ള സാധ്യതകൾ അകലുകയാണോ? ഇപ്പോൾ യുദ്ധം അവസാനിക്കുന്നു എന്നുള്ള രീതിയിലുള്ള അഭ്യൂഹങ്ങൾ കഴിഞ്ഞ 2 ദിവസങ്ങളായി വന്നിരുന്നു. ട്രംപ് ഒരു സമാധാന നീക്കം നടത്തുന്നു എന്നുള്ള രീതിയിലൊരു അഭ്യൂഹം വന്നതിന് പിന്നാലെ വിപണിയിൽ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള മാറ്റമുണ്ടാകുന്നത് നമുക്ക് കാണാൻ സാധിച്ചതാണ്. അതായത് ക്രൂഡ് ഓയിൽ വില താഴേക്ക് പോകുന്നു, പല ഏഷ്യൻ രാജ്യങ്ങളുടെയും വിപണിയിൽ പുരോഗതി ഉണ്ടാകുന്നു. ഇത്തരത്തിൽ പല കാര്യങ്ങളും പല നല്ല മാറ്റങ്ങളും ഉണ്ടായതാണ്. എന്നാൽ ഇന്ത്യ ഉൾപ്പെടെ മിക്ക രാജ്യങ്ങളെയും ആശങ്കയിലാക്കിക്കൊണ്ട് ഈ യുദ്ധം വീണ്ടും തുടരുന്നു എന്നതിൻ്റെ സൂചനകൾ ട്രംപ് തരുന്നത്. വ്യക്തമായി ഈ യുദ്ധം എന്ന് അവസാനിക്കും എന്നതിനെപ്പറ്റി ട്രംപ് നിലവിൽ പറയുന്നില്ല. പകരം കുറച്ച് ഭീഷണികളാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. അതായത് ഇറാന് നേരെയുള്ള സൈനിക നടപടി ഒരു 2-3 ആഴ്ച കൂടി തുടരും എന്നാണ് ട്രംപ് പറയുന്നത്. ഇറാനുമായി നിലവിൽ ചർച്ചകളിലൂടെ ഒരു ഡീലിലേക്ക് എത്താനുള്ള ശ്രമം അമേരിക്ക നടത്തുന്നുണ്ട്. എന്നാൽ അമേരിക്കയുമായി ഇറാൻ ധാരണയിലായില്ലെങ്കിൽ അവരെ ശിലായുഗത്തിന് സമാനമായിട്ടുള്ള അവസ്ഥയിലേക്ക് എത്തിക്കും എന്നതാണ് ട്രംപിന്റെ ഭീഷണി. അതുമാത്രമല്ല, ഇറാനുള്ളിലെ പവർ പ്ലാന്റുകൾ അത് ആക്രമണ വിധേയമാക്കുമെന്നും അദ്ദേഹം ഭീഷണി മുഴക്കുന്നുണ്ട്. ഇതിന് നിലവിൽ ഇറാന്റെ ഭാഗത്ത് നിന്ന് ഒരു മറുപടി വരുന്നുണ്ട്. അവരുടെ വിദേശകാര്യ വക്താവായിട്ടുള്ള ഇസ്മായിൽ ബാഗേയിയാണ് ഇപ്പോൾ ട്രംപിന് ഒരു മറുപടി നൽകിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത്, വിദേശകാര്യ വക്താവ് പറയുന്നത്, ഇറാൻ തങ്ങൾക്ക് നേരെയുള്ള യാതൊരു ആക്രമണങ്ങളും വച്ചു പൊറുപ്പിക്കില്ല, ഇതൊന്നും ഇറാൻ സഹിച്ചുകൊണ്ട് നിൽക്കില്ല എന്ന് തന്നെയാണ്. അതായത് അമേരിക്ക ആദ്യം സംഘർഷങ്ങളിൽ ഏർപ്പെടും, പിന്നീട് വെടിനിർത്തൽ പ്രഖ്യാപിക്കും, പിന്നീട് ചർച്ചകൾക്ക് തയ്യാറാണെന്ന് പറഞ്ഞ് മുന്നോട്ട് വരും, പിന്നീട് വീണ്ടും തങ്ങളെ ആക്രമിക്കും. ഇത്തരത്തിൽ ഒരു സർക്കിളായി ഇത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനി ഒരിക്കലും അനുവദിക്കില്ല എന്നതാണ് ഇറാന്റെ നിലവിലുള്ള പ്രതികരണം. മാത്രമല്ല, അമേരിക്ക ഇറാന്റെ മിസൈൽ ശേഖരങ്ങളും അതുപോലെ തന്നെ സൈനിക ശേഷിയും പൂർണ്ണമായിട്ടും തകർന്നു എന്ന് പറഞ്ഞതിന് തൊട്ടു പിന്നാലെ ഇറാൻ ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തിയിട്ടുണ്ട്. വടക്കൻ ഇസ്രായേലിലുണ്ടായ ആക്രമണത്തിൽ 2 പേർക്ക് പരിക്കേറ്റതായിട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. 84 വയസ്സും 34 വയസ്സുമുള്ള 2 പേർക്ക് പരിക്കേറ്റതായിട്ടാണ് റിപ്പോർട്ടുകളുള്ളത്. റോക്കറ്റിൽ നിന്ന് വീണ അവശിഷ്ടങ്ങൾ കാരണമാണ് ഈ പരിക്ക് എന്നും റിപ്പോർട്ടുണ്ട്. അതുപോലെ തന്നെ ഇറാഖിലുള്ള അമേരിക്കൻ എംബസിക്ക് നിലവിൽ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. ഇറാനിൽ നിന്നുള്ളതും അതുപോലെ തന്നെ ഇറാഖിലുള്ള ഇറാൻ അനുകൂല സായുധ സംഘങ്ങളിൽ നിന്നുള്ള ആക്രമണങ്ങളും എംബസിക്ക് നേരെ ഉണ്ടാകാൻ സാധ്യതയുള്ളതായിട്ടാണ് റിപ്പോർട്ടുകളുള്ളത്. ലെബനിലുള്ള
ഹിസ്ബുള്ള ഗ്രൂപ്പിന്റെ ഭാഗത്ത് നിന്ന് ട്രംപിന്റെ വാർത്താ സമ്മേളനത്തിന് പിന്നാലെ ഇസ്രായേലിന് നേരെയുള്ള ആക്രമണം അത് കൂടുതൽ കടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വിപണിയിലും വലിയ തകർച്ചയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. സെൻസെക്സ് 1400 മുതൽ 1500 പോയിന്റ് വരെ ഇടിയുന്ന ഒരു അവസ്ഥയുണ്ടായി. നിഫ്റ്റി 400 പോയിന്റ് താഴേക്ക് വന്നു. ക്രൂഡ് ഓയിൽ വില കഴിഞ്ഞ ദിവസം $100 എന്നുള്ള നിലവാരത്തിൽ കുറച്ച് മെച്ചപ്പെട്ട് നിന്നെങ്കിലും ഇന്ന് അത് വീണ്ടും ഉയരുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. 106.29 എന്നുള്ള വിലയിലേക്ക് ക്രൂഡ് ഓയിലിന്റെ പ്രൈസും എത്തി. അപ്പോൾ ഇത്തരത്തിൽ വിപണിയെ മൊത്തത്തിൽ പിടിച്ചുകുലുക്കുന്ന ഒരു കാര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഹോർമുസ് കടലിടുക്കിന്റെ കാര്യത്തിലെങ്കിലും ട്രംപ് തന്റെ നിലപാട് വ്യക്തമാക്കും എന്നുള്ള പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹം ആ ഒരു കാര്യത്തിൽ പ്രതികരിച്ചിരിക്കുന്നത് ഹോർമുസ് കടലിടുക്ക് വഴി അമേരിക്ക യാതൊരുവിധ ചരക്ക് നീക്കവും നടത്തുന്നില്ല. ശരി, അജയ് സുധാ ബിജു ആണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഏതായാലും യുദ്ധം ഉടൻ അവസാനിക്കുന്ന അവസ്ഥയില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.